നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നത്. എല്ലാവർക്കും ചുമതലകൾ നൽകിയപ്പോൾ തന്നെ മാത്രം ചുമതലകളൊന്നും തരാതെ മാറ്റി നിർത്തിയെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണമെന്നാണ് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവശ്യപ്പെട്ടത്. ചാണ്ടി ഉമ്മന്റെ നിലപാടിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളായ കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു. എന്നാൽ നിലപാട് വ്യക്തമാക്കിയതിനു പിന്നാലെ തനിക്ക് നേരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. താൻ BJP-യിൽ ചേർന്നുവെന്ന് പോലും പടച്ചിറക്കി. തന്റെ പിതാവിനെ പോലും വിവാദങ്ങളിലേക്ക് പിടിച്ചിട്ടു എന്നും ചാണ്ടി പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ പറഞ്ഞിട്ടില്ല. എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞാൻ BJP ചേർന്ന് എന്ത് ചെയ്യും? ഇത്ര അസഹിഷ്ണുതായ ഇത്ര ക്ഷമയിലായ കോൺഗ്രസ്സുകാരി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്നവരെ കോൺഗ്രസ് ആയിരിക്കും. എന്റെ പിതാവിനെ പറ്റി പറയുന്നു, എന്റെ പിതാവിനെ അവമാനിക്കുന്നു. ഓർത്തും പേരുടെ സൗഹൃദം നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഉമ്മൻചാണ്ടി ആക്ഷേപിക്കുമോ? എന്നെ ആക്ഷേപിച്ചോ? എന്റെ പിതാവിനെ കലയെ ആക്ഷേപിക്കുമോ? മനോവിഷമോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, 45ഓളം പഞ്ചായത്തുകൾ, 2 അസംബ്ലി, ഒരു പാർലമെന്റ് രംഗത്തുണ്ട്. 40ഓളം പഞ്ചായത്ത്. എനിക്കൊരു പഞ്ചായത്ത് പോലും തന്നില്ല. എന്റെ ലക്ഷ്യം നടന്നപ്പോൾ 2 കൊല്ലക്കാലം ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു. അതിലൊന്നത് സലീഷ് ജോസഫും സലി ജോസഫും. ഞാനൊരു തീരുമാനം എടുത്തു, 45ഓളം പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് പോലും എനിക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ പാർട്ടി പറയാൻ തോന്നുന്നു ശരിയല്ല. ഞാനൊരു MLA അല്ലേ, പുതുപ്പള്ളി ജനങ്ങൾ എന്നെ കൈവിട്ട് സ്വീകരിച്ചതല്ലേ. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനവും നടത്തിയിരിക്കുന്നത് ഈ നാട്ടിൽ ഐക്യമുണ്ടാകുവാൻ, സമാധാനം ഉണ്ടാകുവാൻ, ഇവിടുത്തെ കുട്ടികൾക്ക് നന്മ ഉണ്ടാകുവാൻ. ഞാൻ ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ വിരുദ്ധമാണെന്ന് പ്രവർത്തിക്കുന്നത് കാണുന്നില്ലേ. ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവണം, മതത്തിലേക്ക് സംഘർഷം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ വലിയ ഉപകരണങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. അത് ലോകം ഒരുപാട് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് പറഞ്ഞ് പോകുമ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള ആക്ഷേപമാണ്. ഞാനൊന്നും പറഞ്ഞില്ല. 45 സ്ഥലങ്ങൾ ഒന്നിലെങ്കിലും എന്റെ ചാർജ് ബാക്കിയുള്ള എല്ലാവരും കൊടുത്തു. എനിക്കൊരു ചാർജ് തരാത്തത് ഞാൻ സൂചിപ്പിച്ചതിന്റെ പേരിൽ എന്നെ ഈ തരത്തിൽ ആക്രമിക്കുന്നത് എന്റെ പിതാവിനെ ആക്രമിക്കുന്നത്. നിങ്ങളെ കോൺഗ്രസ്സുകാരാണ് ഞാൻ കരുതില്ല. എന്നെ ആക്രമിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരായ വ്യക്തി ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ മരണശേഷം കല്ലറയും അദ്ദേഹത്തെ ആക്രമിക്കുന്നില്ല. ദൈവത്തെ ഓർത്ത് ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ മരണവശമാണ്. കാരണം എന്റെ പിതാവ് എന്റെ ജീവിതത്തിൽ എല്ലാമാണ്. എന്നെ അദ്ദേഹം രാഷ്ട്രീയമായി യാഥാർത്ഥ്യമുള്ള സാഹചര്യമില്ല. ഇതെന്റെ നടന്നത്. ഞാൻ ഇവരോട് വന്നിട്ടുമില്ല. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇലക്ഷൻ എഴുതുന്നല്ലാതെ ഞാനൊരു നേട്ടമുണ്ടാക്കാതെ ഞാനവിടെ വന്നിട്ടില്ല. ഞാനൊരു നേട്ടവും രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ പിതാവിന്റെ പേരിൽ ഞാനൊരു നേട്ടം ഉണ്ടാക്കിയില്ല. പക്ഷെ ഞാൻ ഈ പാർട്ടിയെ സ്നേഹിച്ച വ്യക്തിയാണ്. ഈ പാർട്ടിക്ക് വേണ്ടി എന്റെ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി, ഈ രാജ്യത്ത് ഐക്യമുണ്ടാകാൻ വേണ്ടി 4000 കിലോമീറ്റർ അതേപുറത്ത് നടന്ന വ്യക്തിയാണ്. ഈ പാർട്ടിയുടെ ജീവനാണ്. എന്റെ പിതാവിന്റെ ജീവനായിരിക്കുന്ന പോലെ എന്റെ പാർട്ടിയുടെ ജീവനാണ്. അപ്പോൾ എന്റെ പിതാവിനെ ആക്ഷേപിക്കുമ്പോൾ അത് കോൺഗ്രസ്സുകാരെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വളരെ വിഷമത്തോടാണ് ചില കമന്റുകൾ കാണുന്നത്. കോൺഗ്രസ്സുകാർ ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ ഉച്ച വിശ്വാസം. കോൺഗ്രസിന്റെ പേരിൽ മറ്റുള്ളവർ ചെയ്യുന്ന എനിക്ക് വഴിയുള്ളൂ. ഇത് ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ അസഹിഷ്ണുത പാടില്ല. ഗാന്ധി കാണിച്ചെന്ന മാർഗം അസഹിഷ്ണുതയല്ല, സ്നേഹത്തിലെയാണ്. ഞാനിതിലെ ഇവിടെ വന്നതിന് ശേഷം, ലാൻഡ് ചെയ്തതിനു ശേഷം ഞാൻ ആദ്യം പോയത് വീട്ടിലാണ്. അതിനുശേഷം പോയത് ഞാൻ ശിവഗിരിക്കാണ് പോയത്. ആ ശിവഗിരിക്കുന്നിൽ ഗുരുദേവന്റെ അനുഭവത്തിലേക്കാണ് ഞാൻ വിളിച്ചത്.
കാരണം ആ ഗുരുദേവൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലോകം മുഴുവൻ പോയി ആ പരിശുദ്ധ പിതാവിനെ കാണുവാനും ആ സന്ദേശം എത്തിക്കുവാനും സാധിച്ചത്. ആ ഗുരുവാണ് എന്നെ നയിക്കുന്നത്. ഗുരുദേവൻ അനുഗ്രഹം ചെല്ലുവാൻ പറയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാചകം ഞാൻ എന്താണ് ശ്രദ്ധിക്കുന്നത്. ഈ ഗുരുദേവൻ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവിനെ പോലെ നിങ്ങൾ പേഷ്യൻസ് ഉള്ളവരായിരിക്കുക. ഗുരുദേവന്റെ വാക്കുകളാണ്. ആ വാക്കുകൾ എന്നെ പിടിച്ചു വീണ്ടും ഒന്ന് വെച്ചു. അതേപോലെ ഞാൻ പേഷ്യന്റ് ആണോ അല്ലാതെ പറയുന്നു. അതാണ് നമ്മളെല്ലാം ആവാൻ ശ്രമിക്കേണ്ടത്. പരസ്പരം ക്ഷയിക്കുവാനും സഹിക്കുവാൻ. ഞാൻ ആരോടും വിരോധം വെച്ച് കൊടുക്കുന്നത്, പക്ഷേ എന്റെ പിതാവിന് നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇത് ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ വിഷയത്തിൽ മുച്ചിൽ വഴിമാറി പോയെങ്കിലും അത് എന്റെ പിതാവിനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ തന്നെയാണ് സ്നേഹിക്കുന്നത്. പുതുപ്പള്ളിയിലെ ഓരോ സാധാരണക്കാരനും, പുതുപ്പള്ളി മാത്രമല്ല കേരളത്തിലെ ഓരോ സാധാരണക്കാരനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്നെ ജയിപ്പിച്ചത്. എനിക്ക് വേണ്ടി പാർട്ടിക്കാരോട് നിന്നത്, കോൺഗ്രസ്സുകാരെ ഇവിടെ വന്നത് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം നിർവഹിക്കുന്നില്ല. എനിക്ക് ലോകത്ത് എവിടെ പോയാലും കിട്ടുന്ന അംഗീകാരം ഉമ്മൻചാണ്ടിയുടെ ആകുന്നതില്ല, എന്റെ പേരില്ല. അത് അദ്ദേഹത്തെ പരമാവധി നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിച്ചതാണ്. അതിന് ഞാൻ കുറെ കുറ്റം ചെയ്തു. എന്റെ പിതാവിന്റെ മരണത്തിൽ പോലും ഒന്ന് ദുഃഖിക്കാൻ പോലും അവസരത്തില്ല. അദ്ദേഹത്തിന്റെ രോഗത്തിൽ പോലും ഇവിടെ വാർത്ത ഉണ്ടാക്കിയതാണ്. ഞാനറിയാം, ഞാൻ പോകുന്നില്ല, ഞാൻ കൈകാര്യമായിരിക്കും. അതുകൊണ്ട് ഈ പാർട്ടി അതുപോലെ തന്നെ എന്റെ ജീവൻ വരെ പറയാം. പക്ഷെ കോൺഗ്രസ്സുകാരെ തന്നെ ജീവിക്കും, കോൺഗ്രസ്സുകാരെ തന്നെ മരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരും പറഞ്ഞിട്ടാലും അങ്ങനെ പോകുന്നില്ല. ഇതല്ല, നിങ്ങൾക്ക് വേറെ പോകും. പ്രിയപ്പെട്ടവരെ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ